കഥകൾ പറഞ്ഞ് ലോകത്തെ സ്നേഹിക്കാനും ലോകത്തെ കൂടുതൽ കരുതലിലേക്ക് കൊണ്ടുവരുവാനും പഠിപ്പിച്ച വലിയ കഥാകാരൻ്റെ കൈ തൊട്ടുള്ള അനുഗ്രഹമുള്ള ഒരു കലാകാരൻ മലയാള സിനിമ. അദ്ദേഹത്തിനൊപ്പം നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് വിസിറ്റ്. സർ, ഒരു സാറ് കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കാം, എങ്കിലും എങ്ങനെയാണ് സാറ് ഞാൻ ഒരു കഥ പറയേണ്ട സിനിമ ലോകത്തിനോട് ഇന്ന കാര്യങ്ങൾ പറയേണ്ട ഒരാളാണ് സാറ് തിരിച്ചറിഞ്ഞൊരു നിമിഷം അതെപ്പോഴാണ് സാറിന്? കൃത്യമായിട്ടും ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് എനിക്ക് അങ്ങനെ ആദ്യം തൊട്ടേ അങ്ങനെ ഞാനിവിടെ എത്തിപ്പെടും എന്നുള്ള ഒരു ചിന്തയും ബോധ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കാരണം അതങ്ങനെ അത്ര പ്രാപ്യമായൊരു ഇടമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് എഴുതാനുള്ളൊരു താല്പര്യങ്ങൾ എപ്പോഴൊക്കെയോ തുടങ്ങിയിരുന്നു. കാരണം എനിക്കങ്ങനെ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമില്ല. പക്ഷേ എങ്ങനെയോ എനിക്ക് എഴുതാനുള്ളൊരു താല്പര്യം, വായിക്കാനുള്ളൊരു താല്പര്യങ്ങളൊക്കെ അറിയാതെ തന്നെ ഉണ്ടായി വന്നത്. ബോധപൂർവ്വമൊന്നുമല്ല, അങ്ങനെ വന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറിക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരുന്നു ചെറുപ്പകാലങ്ങളിലൊക്കെ. പക്ഷെ അതാരെയും കാണിച്ചിരുന്നില്ല. പക്ഷേ എഴുതി മേശയ്ക്കുള്ളിലും ബുക്കിൻ്റെ അകത്തൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എനിക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ ആദ്യമായിട്ടൊരു അങ്ങനെ ഒരു അംഗീകരിക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ SP കോളേജിൽ. അപ്പം കോളേജിൽ ഇൻ്റർ ഹൗസ് കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റത്തിൽ പങ്കെടുത്താൽ എന്തെങ്കിലും പ്രൈസ് കിട്ടിയാൽ ആ ഓരോ ടീമിനും അത് ഗുണകരമാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട്, എനിക്ക് കഥ എഴുതിക്കൂടെ, ലിറ്റററി ആയിട്ട് എന്നുള്ളതിനും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കത് അങ്ങനെ എഴുതാനുള്ളൊരു പ്രാഗൽഭ്യമുണ്ടെന്ന് എനിക്കത് ബോധ്യമൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ പോയിരുന്ന് എഴുതാനിരിക്കുമ്പോഴും എന്താണ് എഴുതാൻ പോകുന്നതെന്നറിയില്ല. പേപ്പറും പേനയും മുമ്പിൽ വരുമ്പോഴും എൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയും അത് എഴുതുകയും ഒക്കെ ചെയ്തു. അങ്ങനൊരു ചെറുകഥ എഴുതി, അതിന് 1ാം സ്ഥാനം കിട്ടി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അത് ജഡ്ജ് ചെയ്ത സാറുമാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. ഇത് തുടർന്നും എഴുതിക്കൊണ്ടിരിക്കണം, ഇതിനെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക്. പക്ഷെ ഞാനെപ്പോഴും അത് ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ പിന്നെയും എഴുതുകളുണ്ട്, കവിതകൾ എഴുതും, കഥകൾ എഴുതും, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെ സിനിമകൾ കാണാൻ തുടങ്ങിയത്. നമ്മൾ നാട്ടിലൊക്കെ വരുന്ന സിനിമകളൊക്കെയാണ് പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഹോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ അതിൽ കുറച്ചുകൂടെയൊക്കെ ഡിഗ്രിയൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഫിലിം സൊസൈറ്റികളിലൊക്കെ കാണിക്കുന്ന മറ്റു നമുക്കിവിടെ ലഭ്യമാകാത്ത സിനിമകൾ അതൊക്കെ അന്വേഷിച്ച് പോയി കണ്ടെത്തി അത് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു സിനിമയുടെ ഒരു കുറച്ചും കൂടെ ആഴത്തിലേക്ക് സിനിമയെ അറിയാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോഴും സിനിമയിൽ എത്തിപ്പെടുമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവുന്നതല്ല. പക്ഷേ എനിക്കറിയാം എഴുത്തിനേക്കാൾ കൂടുതൽ എനിക്ക് വഴങ്ങുന്നത് ദൃശ്യ ഭാഷയാണ് എന്നുള്ളൊരു തോന്നൽ പതുക്കെ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. എഴുതുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ദൃശ്യ സങ്കേതത്തിലൂടെ കുറച്ചുകൂടി എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ പതുക്കെ ഇങ്ങനെ ഉണ്ടായി വന്നു. അതുകൊണ്ടാണ് സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോഴും ഞാൻ സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകനൊക്കെ മാറുമെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പിലേക്ക് സിനിമയുടെ വാതിൽ തുറന്നു വരികയായിരുന്നു. ഞാനും ഈ സുഹൃത്തും കൂടെ ഒരു വൈകുന്നേരം നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് ഞങ്ങളോട് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, നിങ്ങൾ നവോദയയിൽ ഇങ്ങനെ പുതിയ എഴുത്തുകാരെ എഴുതാൻ അല്ലെങ്കിൽ സ്റ്റോറി ഡിസ്കഷൻ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് താല്പര്യം കാണിച്ചില്ല. അയാൾ പറയുന്നത് ഇങ്ങനത്തെ സിനിമകളൊന്നുമല്ല എനിക്ക്, പുള്ളി അങ്ങനത്തെ കണ്ട് ശീലിച്ച കുറച്ചുകൂടെ കലാപരമായിട്ടുള്ള സാധ്യതകളുള്ള സിനിമകൾ മാത്രം മതി, കൊമേഴ്ഷ്യൽ സിനിമ പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഓഫർ സ്വീകരിക്കുകയും പിന്നെ അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുകയും പിന്നെ അവിടുത്തെ സ്റ്റുഡിയോയുടെ ഭാഗമായി പിന്നെ അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി. അങ്ങനെ അവിടുന്ന്
ഉള്ള പരിചയവും അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പതുക്കെ സ്വന്തം ആയിട്ടുള്ള സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു പ്രാപ്തി. ശക്തമായിട്ട് ഞാൻ ഇതിനാണ് എൻ്റെ നിയോഗമെന്ന് തോന്നുന്നത് അത് ഏതൊരു മൊമെൻറ്റിലാണെന്ന് സാർ ഓർക്കുന്നത്? ഞാനങ്ങനെ ശ്രമിച്ചു വന്നയാളല്ല. ഇവിടേക്ക് എത്തിപ്പെടാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമായിരിക്കാം വന്നേക്കുന്നത്. അപ്പോൾ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ആരോട് ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പലരും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ തന്നെ ആലോചിക്കും, ഇതാണോ ഇത് മാത്രം ചെയ്താൽ മതിയോ? എനിക്ക് കിട്ടിയ ഒരു ടാലൻറ്റിനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ ഉള്ളൊരു വിളി ഉണ്ടാകണമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ടാലൻറ്റ് എനിക്ക് ഉണ്ടാകേണ്ട ഒരു പശ്ചാത്തലമില്ല, പാരമ്പര്യമില്ല. പക്ഷേ അത് ഉണ്ടാവുകയും അത് ഈ രീതിയിൽ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് മാത്രമല്ലല്ലോ അതിൻ്റെ ഒരു പർപ്പസ്. ഞാൻ അതിനായിട്ട് വേണ്ടി ഓടി നടന്ന് പരിശ്രമിച്ചെത്തിയ ആളൊന്നുമല്ല. സിനിമയുടെ ഈ ഒരു ലോകം സാർ അവിടെ എത്തി, അതിൻ്റെ പേര്, പ്രശസ്തി, ഇതെല്ലാം എവിടെയൊക്കെയോ നമ്മുടെ തലയിൽ വരാനുള്ളൊരു സാധ്യത സാറ് പറഞ്ഞതായിട്ട് കേട്ടു. ഇത്തരം സന്ദർഭങ്ങൾ സാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഞാൻ ഒരു ദൈവികമായ ഒരു കവറിങ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് പ്രാർത്ഥനയിലൂടെയൊക്കെ അത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷനിലാണ് കടന്നു പോകുന്നത്. നമ്മൾ ലോകപരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും വിജയങ്ങളും പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. എൻ്റെ കരിയറിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ വിജയങ്ങളുണ്ടായിട്ടുണ്ട്, അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നൊരു കാര്യം. ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ പതറിപ്പോയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അവിടുന്നൊക്കെ തിരിച്ചു വരാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു ഗോഡ്ലി ആയിട്ടുള്ളൊരു ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ആ ഒരു ബാക്കിങ് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും, ഞാൻ സിനിമ ചെയ്യുന്നതിന് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പൊതുവേ ആയിരിക്കില്ല, ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ഷോട്ടും എടുക്കുന്നത്. പല കാര്യങ്ങളും ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അസംഭവമെന്ന് തോന്നിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുകയും എന്നാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഓരോ ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ഓരോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ ഒത്തുവരാതിരിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും, എന്നാൽ അത് ചെയ്തു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ എല്ലാം വന്ന് ചേരാറുണ്ട്. ചില നിസ്സാര കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറാമാൻ്റെ അടുത്ത് പറയും, ഇതൊരു ഡിവൈൻ ഇൻ്റർവെൻഷനാണെന്ന് പറയും. അപ്പോൾ സിനിമയിലൊരു വാക്കുണ്ട്, DI എന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നൊരു വാക്കാണ്. അത് DI എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഞങ്ങൾ പറയുന്നത് ഇത് DI ആണോ കേട്ടെന്ന് പറയും. അപ്പോൾ അയാളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ അയാളടുത്ത് പറയും ഇതൊരു DI ആണ്. പിന്നെ അയാൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, സാറ് പറയുന്നത് ശരിയാണ്, ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു അദൃശ്യമായ ഒരു ശക്തി തന്നെ പുറയിലുണ്ട്. ഞാൻ പറയും അതാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ദിവസത്തിൽ ഈ ഡിവൈൻ ഇൻ്റർവെൻഷൻ നമ്മുടെ കൂടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ കൂടെ ക്യാമറമാനാണ് കൂടുതലായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ എല്ലാ കാര്യങ്ങളും അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നതിനെ പറ്റിയൊന്നും ഞാൻ ബോധറിയാറില്ല. നമ്മൾ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യം നമ്മളെ കൊണ്ടാകുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നന്നാകുക എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ഒരു കൃപയും കൂടെ ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളൊക്കെ എടുക്കുക, ആൾക്കാരുടെ മനസ്സിലത് സ്പർശിക്കുക, അവരത് കണ്ടിട്ട് ഇമോഷണലി അവരും അതിനോട് താതാത്മ്യം പ്രാപിക്കുക, കരയുക, സങ്കടപ്പെടുക. അതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ പോലും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്ര ഡീപ്പായിട്ട് ഇതിനെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് സംഭവിക്കുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്കവിടെ ചെല്ലുമ്പോൾ ഞാനൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാറില്ല. അവിടെ ചെല്ലുമ്പോൾ ആ നിന്ന് ഷോട്ട് എടുക്കേണ്ട അല്ല സീൻ എടുക്കേണ്ട ആ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് എനിക്ക് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ അടുത്ത ഷോട്ടിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. പക്ഷെ ആ ഷോട്ട് തീരുമ്പോഴത്തേക്ക് എനിക്കറിയാം ഇത് അടുത്ത ഇതാണെന്നുള്ളത്. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഒരുമാതിരി ഇതള് വിരിയുന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എൻ്റെ മാനുഷികമായ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. തനിയാവർത്തനത്തിന് ശേഷം
സിബി സാറിനെ തിരിച്ചറിഞ്ഞ പോലെ എന്നിലൂടെ പാസ് ചെയ്യേണ്ടത് ഇന്നതൊക്കെ ആയിരിക്കണം എന്നൊരു തീരുമാനം എടുത്തു. ഇതേപോലെ എപ്പോഴാണ് സാർ ദൈവത്തെ അല്ലെങ്കിൽ ആത്മീയതയെ സീരിയസ് ആയിട്ട് എടുത്തത്? പ്രാർത്ഥനകളുണ്ടാവാം, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. സാർ അതിനെ സീരിയസ് ആയിട്ട് എടുത്തത്? അങ്ങനെ ഒരു പ്രത്യേക നിമിഷത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ വളർന്ന് ഉണ്ടായി വരുന്നതാണ്. ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇങ്ങനെ പതുക്കെ സാംശീകരിച്ച് സ്വായത്തമാക്കി വരുന്ന കാര്യങ്ങളാണ്. തനിയാവർത്തനം ചെയ്യുന്നതിന് മുമ്പ് വരെയും അതിനു മുമ്പ് ഞാൻ സീരിയസ് ആയിട്ടാണ് ഇതിനൊക്കെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ കൃത്യമായ ഒരു പൊസിഷനിങ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വില്ലേജ് സറ്റയറാണ് ചെയ്തത്. അതിനുശേഷം ഒരു ഫാമിലി ഡ്രാമ പോലത്തെ ഒരു സിനിമയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു സോഷ്യൽ സറ്റയറാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു ഫാമിലി ഒരു വളരെ എന്താണ് ഒരു പെംഗ്ലി സ്വഭാവമുള്ള ഒരു ഫാമിലി സിനിമയാണ് ചെയ്തത്. അപ്പോൾ അതുവരെ ഞാനെന്ന സംവിധായകൻ്റെ ഒരു ദിശ ഏതാണെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഇയാൾ എന്ത് തരത്തിലുള്ള സിനിമകൾ ചെയ്യാനാണ് ഇയാൾ ബ്രാൻഡഡ് ആകുന്നതെന്നുള്ള അറിയില്ലായിരുന്നു. തനിയാവർത്തനം ചെയ്തുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലേക്ക് വന്നപ്പം അതൊരു ചലഞ്ചായിരുന്നു. എനിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അതുവരെ ഞാൻ ചെയ്ത സിനിമകളുടെയൊക്കെ കാലം എൻ്റെ ഇൻപുട്സ് ആവശ്യപ്പെടുന്ന എൻ്റെ കഴിവുകളുടെ പരമാവധി ഉപയോഗിക്കപ്പെടേണ്ട ഒരു തിരക്കഥയാണതെന്നുള്ളത് എനിക്ക് അതുവരെയുള്ള സിനിമകളൊക്കെ ഞാൻ ഒരു എക്സിക്യൂഷൻ്റെ ലെവലെന്ന് പറയുന്നതിന് ഒരു പരിധി ഉണ്ടാകും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എൻ്റെ എഫേർട്ടിനെ ഞാൻ ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു തിരക്കഥയാണെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടായി. അതങ്ങനെ അപ്പോൾ കിട്ടിയത് എന്നെ അത്രമാത്രം ഇൻസ്പയർ ചെയ്ത, എന്നെ പ്രൊവോക്ക് ചെയ്ത, എന്നെ ചാർജ് ചെയ്ത ഒരു തിരക്കഥ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അതിൽ ചെയ്യാനായിട്ട് എനിക്കത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുകയും അത് ചെയ്യാനുള്ളൊരു ശ്രമം. അതുകൊണ്ടാണ് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ടൊരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. പിന്നെ അങ്ങനെ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു ഭയങ്കര പിൻബലം ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ സിനിമകളിൽ, എൻ്റെ കരിയറിലൊക്കെ പിന്നീട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടത് അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ്. ഇപ്പം തനിയാവർത്തനത്തിന് തന്നെ എൻ്റെ സങ്കടം ആണ് പറയുന്നതെങ്കിൽ പോലും എന്തോ ഒരു ദൈവസ്പർശം കൂടെ ഉള്ളതുപോലെ ഉള്ള ആശയമാണ് സാർ അവതരിപ്പിക്കുന്നത്. സാറിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട മിക്ക സിനിമകളിലും ആ ഒരു എലമെൻ്റ് നിൽപ്പുണ്ട്. ഇത് മനഃപൂർവ്വമാണോ അതോ അറിയാതെ അതിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ? ഇപ്പം തൊട്ട് കഴിഞ്ഞ സിനിമയിൽ, കൊത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു അവസാന രംഗത്തേക്ക് എത്തുമ്പോൾ ഇയാൾ സ്കൂളിൽ കയറി ഒരാളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അയാളെ ഓടിച്ചിട്ട് കൊല്ലുന്ന ഒരു ഘട്ടത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. അയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ അതുവരെ ഞാനൊരു ഫൈറ്റ് മാസ്റ്ററുടെ സഹായത്തോടു കൂടിയാണ് ആക്ഷൻ പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ നിർദ്ദേശത്തിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ ഫൈറ്റ് മാസ്റ്റർ ചെയ്തു തരികയാണ്. അത് കഴിഞ്ഞാൽ ഇയാൾ പിൻവാങ്ങുന്നിടം തൊട്ട് പിന്നെ ഫൈറ്റ് മാസ്റ്ററുടെ ആവശ്യമില്ല. പിന്നെ ഞാനാണ് എൻ്റെ ഏരിയയിലേക്ക് പൂർണ്ണമായിട്ടും ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പം അതെടുക്കാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചു, ആ സ്കൂളിൻ്റെ മുറ്റത്തൊരു ഗാന്ധിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഉള്ളത് അവിടെ. അപ്പോൾ ഇയാളിങ്ങനെ ഈ വാള് കുഞ്ഞുങ്ങൾ കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇയാൾ നടന്ന് പോയി അവിടെ നിന്ന് പോകണം. ഇയാൾ ചെയ്യാൻ വന്ന ആ ഒരു കൊലപാതകം വേണ്ടാന്ന് വെച്ചിട്ട് അയാൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ക്യാമറ, അപ്പോൾ ഫൈറ്റ് മാസ്റ്ററിൻ്റെ കൂടെ നിൽപ്പുണ്ട് ആൾ. ഞാനിനി എന്താണ് ചെയ്യാൻ പോകണം, അയാൾ ചെയ്തതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞൊരു ക്യാമറമാൻ്റെ അടുത്ത് ക്രെയിൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അയാൾ വരുന്നതനുസരിച്ച് പതുക്കെ പൊങ്ങി വന്നിട്ട് ഈ ഗാന്ധിയുടെ സജഷനിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സാർ തമിഴനാ, ഞാൻ ഇതുവരെയും പണിതെല്ലാം പോച്ചു സാർ, ഇതെന്തോ ഒരേ ഷോട്ടിലെ നിങ്ങളത് ഒറ്റ ഷോട്ടിൽ ഞാൻ അയാളുടെ എല്ലാ വർക്കിനെയും നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. കാരണം ഇയാൾ ആയുധം താഴെ വെക്കുക, അഹിംസ എന്ന് പറയുന്നൊരു സന്ദേശം നമുക്ക് നൽകിയ ആ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു സജഷൻ അത് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ്. അല്ലാതെ ഇതവിടെ ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതങ്ങനെ അങ്ങ് വലിച്ചേരാം. അത് കഴിഞ്ഞ് ഇയാൾ കൊണ്ടുവന്നിട്ട് ഇയാളൊരു കടൽ തീരത്ത് നിന്നിട്ട് ഇയാളുടെ ഈ കത്തി വലിച്ചെറിയുകയാണ് കടലിലേക്ക്. അപ്പോൾ അയാൾ അക്രമം വെടിഞ്ഞു എന്നുള്ളൊരു സൂചനയാണ്. അയാൾ ആയുധം എറിഞ്ഞു കളഞ്ഞു.
എറിഞ്ഞ് കളഞ്ഞ് ഇയാൾ തിരിച്ചു വന്ന് ഇയാളുടെ വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ആ കടൽ ഒരു പുലിമുട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ലൈറ്റ് വെക്കുന്നൊരു തൂണ് നിൽപ്പുണ്ട്. അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്, സിമെൻറ്റിൻ്റെ ഒരു ഉരുണ്ട ഒരു പില്ലറുണ്ട്. അതിൻ്റെ മുകളിലൊരു ലൈറ്റുണ്ട്. രാത്രിയിൽ എനിക്ക് തോന്നുന്നു പുലിമുട്ടിൻ്റെ ഒരു സൂചന രാത്രി പോകുന്ന വള്ളക്കാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട്. പക്ഷേ എനിക്കതൊരു അനാവശ്യമായ ഒരു സാധനം അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട്. ഒരു തൂണിങ്ങനെ അവിടെ വെറുതെ നിൽപ്പുണ്ട് നമ്മുടെ ദൃശ്യത്തിനകത്തൊക്കെ. പിന്നീട് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് അങ്ങനെ എഡിറ്റിങ് സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം കയറി വന്നത് ക്രൈസ്റ്റ് ദ റെഡീമർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്, ലോകപ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ DA ചെയ്യുന്ന ഗ്രാഫിക്സ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കവിടെ ആ പില്ലറിൻ്റെ മുകളിൽ ഒരു ക്രൈസ്റ്റ് ദ റെഡീമറിൻ്റെ ഒരു പ്രതിമ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വന്നപ്പോൾ വല്ലാത്തൊരു തലത്തിലേക്ക് അത് മാറുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന പറയും നമ്മളൊരിക്കലും ഒരു കൃത്യമായ ഒരു പ്രത്യേകമായ ഷോട്ടിലൂടെ ഇതെടുത്ത് കാണിച്ചിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് കൂടെ കീഴിലൂടെ നടന്നു വന്നയാൾ ഈ കത്തി വലിച്ചെറിയുമ്പോൾ അതിന് സാക്ഷിയായിട്ട് യേശുവിൻ്റെ രൂപമുണ്ട്. അപ്പം അഹിംസയുടെയും സ്നേഹത്തിൻ്റെയുമായിട്ടുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ കഥാപാത്രം വരുന്നു നമ്മൾ വ്യംഗ്യമായിട്ട് പറയുകയാണ്. ഒട്ടും ഫോഴ്സ്ഡ് അല്ല, ഒട്ടും ഒരു ഫോഴ്സ്ഡായിട്ടോ അല്ലെങ്കിൽ എവിഡൻ്റായിട്ടോ പറയുന്നില്ല. അത് കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നവർക്ക് ബോധ്യപ്പെട്ടോട്ടെ. കുറച്ച് പേർക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ പൂർവ്വം ചെയ്തതാണെന്നൊക്കെ പിന്നീട് പടം കണ്ടവർ ചോദിക്കുന്നുണ്ട്. ചിലർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന സിനിമയുടെ DI ആണ്, ഡിവൈൻ ഇൻ്റർവെൻഷൻസ് സംഭവിക്കുന്നതാണ്. അത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് കൊടുത്ത് അല്ലെങ്കിൽ അവരിലേക്ക് എന്തോ നന്മ എവിടെ നിൽക്കുകയോ കറക്റ്റായിട്ട് വന്നു ചേരുന്ന ഇത്തരം കഥ പറച്ചിലുകൾക്ക് വീട് എന്തുമാത്രം സാറിന് സപ്പോർട്ടീവായിട്ട്, അപ്പൻ അമ്മ പിന്നീട് കൂടെ ചേർന്ന ഭാര്യ മക്കൾ ഇവരെല്ലാവരും, അതെങ്ങനെയാണ് വീട് സാറിനെ ഇതിനകത്ത്? അതൊരു ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു യൂണിറ്റാണ് ഇത്. അതാണ് നമ്മുടെ ബലം. എനിക്ക് സിനിമയ്ക്കകത്ത് മറ്റു വലിയ സിനിമ കുടുംബത്തെക്കാളും വലിയ സൗഹൃദ വലയങ്ങളില്ല. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. സിനിമയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, കൂടെ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവാം. അത്തരത്തിൽ നമ്മൾ അതിന് വിധേയപ്പെട്ടാൽ അതിന് ഉള്ള അവസരങ്ങളും ഇടങ്ങളും ആഘോഷങ്ങൾക്കും ഒക്കെ ഒരുപാട് വീട്ടിലേക്ക് സമയത്ത് വരാൻ പോലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള സൗഹൃദങ്ങൾക്ക് ഉള്ള സാഹചര്യമുള്ളതാണ്. പക്ഷേ ആദ്യകാലം തൊട്ട് തന്നെ ഞാൻ എൻ്റെ ജോലി, എൻ്റെ വീട്, ഇതിനപ്പുറത്തേക്ക് പോകാറില്ല. ജോലി കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് വേറെ പോയി എവിടെയെങ്കിലും കമ്പനി കൂടാനോ വർത്തമാനം പറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മറ്റ് രസങ്ങളിലേക്കൊന്നും പോകാറില്ല. അതിനേക്കാൾ എന്നെ രസിപ്പിക്കുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. അപ്പോൾ ഞാൻ സിനിമ ചെയ്യാത്തോ അല്ലെങ്കിൽ സിനിമയായിട്ടോ ജോലിയില്ലാത്തപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അനുഭവങ്ങളുടെ ലോകത്തേക്ക് പോകാൻ വീട് വിട്ട് ഇറങ്ങണം എന്ന് പറയുന്നത് ഇല്ല. അനുഭവം നമ്മൾ വഴിയിൽ കൂടെ നടന്ന് കിട്ടേണ്ട കാര്യമില്ല. അത് വന്നു ചേരുന്നതാണ്. അനുഭവങ്ങളെ തേടി പോകേണ്ട കാര്യമില്ല. അനുഭവങ്ങൾ നമ്മളെ തേടി എത്തുമ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ സംസാരിക്കുന്നത് ഒരു കാര്യമാണ്, മതം വല്ലാതെ ഇത്തരം കാര്യങ്ങൾ, അതായത് തന്നെ നമ്മൾ പറയേണ്ട ഒരു കലാരംഗത്താണെങ്കിലും എന്ത് ആവശ്യത്തിലും മതം അതിൻ്റെ ഒരു സ്നേഹം വിട്ടിട്ട് കുറച്ചും കൂടെ ക്രൂരഭാവത്തിലേക്ക് മനുഷ്യനെ മാറ്റാൻ പോകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കലാരംഗത്തൊക്കെ അതിൻ്റെ സ്വാധീനമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ സാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇതെല്ലാം നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് പല ഭാഗത്തും അങ്ങനത്തെയുള്ള അസ്വസ്ഥ ഈ മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ, ജാതിയുടെ ഒക്കെ പേരിലുള്ള. പക്ഷേ അത് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഇപ്പം നമ്മുടെ കേരളത്തിലും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിലുള്ളവരെക്കെതിരായിട്ടുള്ളൊരു യുദ്ധം പ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പരസ്പരം മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് കലഹിക്കുന്നത് അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് നമ്മളെ വേദനപ്പെടുത്തുന്നത് ഒരു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന, അതായത് സ്നേഹത്തിൻ്റെ സന്ദേശം പറയുന്ന ഒരു തത്വസംഹിതയുടെ കീഴിൽ നിൽക്കുന്നവർ പരസ്പരം
നമ്മുടെ മുമ്പിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ വരുന്നത് ഭയങ്കരമായി വേദനിപ്പിക്കുന്നുണ്ട്. ആരുടെ പേരിലാണോ അവർ ഈ നിലകൊള്ളുന്നത് അതിനെ എങ്ങനെയാണ് അത് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കരമായൊരു ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരവസ്ഥയാണത്. ഞാൻ കേട്ടിട്ടുള്ളതാണ്, സാറ് എപ്പോഴും ഷൂട്ടിൽ ഏത് സമയത്തും സാർ ഒരു ബൈബിൾ കൂടെ കൊണ്ടു നടക്കാറുണ്ട്. ഒരു ബലമായിരിക്കും. എന്താണ് സാറിൻ്റെ അത് ഫീൽ എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഇല്ല, ബൈബിള് എൻ്റെ കൂടെ എൻ്റെ യാത്രയിലൊക്കെ കൂടെ ഉണ്ടാവും. അതിങ്ങനെ പ്രകടമായിട്ട് ഇങ്ങനെ ആരെങ്കിലും കാണിക്കാൻ കൊടുക്കില്ല. ഞാൻ താമസിക്കുന്ന യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അത് എൻ്റെ മുറിയിലുണ്ടാവും. എൻ്റെ തലയണയ്ക്ക് തൊട്ടടുത്തുണ്ടാവും. ഞാൻ എങ്ങനെ തുടങ്ങി? എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിന് കുറേ ബുക്സൊക്കെ ഇരിക്കുന്ന ഒരു ഷെൽഫുണ്ട്. അപ്പം ഞാനിങ്ങനെ പല ബുക്കുകളെടുത്ത് വായിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു പുസ്തകം കിട്ടി. അപ്പോൾ എനിക്ക് അത് ബൈബിളായിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറേയൊക്കെ വായിച്ചു. അത് ബൈബിളായിരുന്നു എന്നൊക്കെ പിന്നെയും കുറച്ചുകൂടെ തിരിച്ചറിവായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലും ഗൗരവത്തോടെ വായിക്കാൻ തുടങ്ങിയത്, മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് ആഴത്തിൽ പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുകയും ഞാനെന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ബൈബിൾ വായിക്കുകയാണ്. ബൈബിൾ വായിച്ചത് ധ്യാനിച്ച് ആ ദിവസത്തെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്, അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ബൈബിൾ കൂടെ ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ഏറ്റവും കൂടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു പൊസഷൻ. അതാണ് അച്ചീവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ അച്ചീവ്മെൻറ്റിന് ഈസ് ഈക്വൽ ടു പണം എന്നുള്ളത് എവിടെയോ എപ്പോഴോ കയറി കറക്റ്റായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് ഇതിന് രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുണ്ടാകും. അച്ചീവ്മെൻറ്റിനെ പണമായിട്ട് കാണാം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ടൊക്കെ കാണാം. ഇതിൻ്റെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന അവസ്ഥ സിനിമാ ലോകത്ത്. അതിൻ്റെ മാക്സിമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നിന്നാണ് എല്ലാം ഈ പറഞ്ഞ പോലെ കാഴ്ചയുടെ പ്രചോദനത്തിൽ നിന്നാണ് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോയത്. ഇത് രണ്ടും കണ്ട് കേട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ സാർ ഇതിനെ എങ്ങനെയാണ് പുതിയ കാലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി സാർ അതിനെ ഒന്ന് കറക്റ്റായിട്ട് വിലയിരുത്തിയത്? എന്താണ് അച്ചീവ്മെൻറ്റ്? അത് പണമാണ്, അതോ അതിനപ്പുറം? അതെ, ഇത് വളരെ പ്രകടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ അതാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ആർജിച്ചെടുത്താലും ഇവിടെ എന്ത് പേരും എന്ത് പ്രശസ്തിയും എത്ര ധനവും ഒക്കെ ഉണ്ടാക്കിയെടുത്താലും അത് ഇവിടം കൊണ്ട് തീർന്നു പോകുകയല്ലേ. നിത്യതയിലേക്ക് ചേർത്ത് വെക്കാൻ അതൊന്നുമില്ലല്ലോ. നിത്യതയെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും കിടന്ന് ഓടത്തില്ലല്ലോ. ഇപ്പം നമുക്കറിയാം, പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. പക്ഷേ അവരുടെ പ്രശസ്തി ഇല്ലാതായപ്പോൾ അവർ വിസ്മരിക്കപ്പെട്ടു. അവരെ അറിയുന്ന പോലെയില്ല. അല്ലെങ്കിൽ പണം, ഭയങ്കര സമ്പത്തുണ്ടായിരുന്ന ആൾ, നമുക്ക് അടുത്തറിയാവുന്ന ഒരുപാട് പേര് വലിയ സമ്പന്നന്മാരായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ സമ്പത്ത് പോയി കഴിഞ്ഞപ്പോൾ അയാളെ അറിയാൻ അന്വേഷിക്കാനും ആളില്ലാതെ എത്തുന്നു. അത്രേ ഉള്ളൂ. നൈമിഷികമാണ് ഇതെല്ലാം. ഒരു ഒരേ പണം സമ്പാദിച്ച് കൂട്ടിയിട്ട് ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ഇന്ന് രാത്രിയിൽ നിന്നെ വിളിച്ചാൽ നീ സമ്പാദിച്ചൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ധനവാൻ പറയുന്നുണ്ട്, ഞാൻ വലിയ കളപ്പുരകൾ പണിയും, എൻ്റെ സമ്പത്തെല്ലാം ഞാനതിൽ ചേർത്ത് വെക്കും എന്നൊക്കെ പറയുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രിയിൽ നിന്നെ വിളിച്ചാൽ ഇതൊക്കെ എവിടെയാണ്? ഏതൊരു അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തിടണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈകൾ ശൂന്യമാണ്. ഞാൻ ഇത്രയും വലിയ യുദ്ധങ്ങളും പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങളും ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നില്ല, അതെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ജീവിക്കുന്ന 60, 70, 80 വർഷങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ഒരുപാട് പേരോട് മത്സരിക്കുന്നു, അവരെ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നു, തകർക്കുന്നു, മോഷ്ടിക്കുന്നു, പിടിച്ചു പറിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നല്ല, എൻ്റെ തിരിച്ചറിവുകൾ പറയാനുള്ള സഹിച്ചാണ്. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ഞാൻ സമർത്ഥിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ശരികളെ ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും ശരിയാകണമെന്നില്ല. എൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അവരവരുടെ ബോധ്യങ്ങളിൽ നിന്നും ഒരു വിചിന്തനത്തിന് ഒരുപക്ഷെ സംസാരം
ഗുണകരമാകുന്നത് അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.